മനുഷ്യരെല്ലാവരും യുക്തിവാദികളാണ്. യുക്തിയില്ലാതെ നമ്മൾ ജീവിക്കുന്നേയില്ല. ജീവിതത്തിനെപ്പറ്റി മനസ്സിലാക്കാൻ കാര്യകാരണ സഹിതം എന്ന് നമ്മൾ പറയുന്ന ഒരു കാരണമുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട് എന്ന രീതിയിലുള്ള ചിന്താരീതിയാണ് നമ്മൾ യുക്തിവാദം എന്ന് പറയുന്നത്. റാഷണലായിട്ട് ചുമ്മാതെ ഒന്നും നടക്കുന്നില്ല, അതിന് പുറകിൽ ഒരു കാരണമുണ്ട്. ഇത് മനുഷ്യർ മുഴുവനും ഉള്ളതാണ്. അങ്ങനെ കണ്ടെത്തിയതാണ് ദൈവവും. യുക്തിവാദികളാണ് ദൈവത്തിനെ കണ്ടുപിടിച്ചത്. ഒന്നുണ്ടാകണമെങ്കിൽ മറ്റൊന്ന് വേണം. യുക്തി കൊണ്ടാണത്. ഇതുണ്ടാക്കാൻ ഒരാൾ വേണം. ഇത്രയോ ലളിതമാണത്. അങ്ങനെയാണ് ഒരു വലിയ ഉണ്ടാക്കലുകാരനെ കണ്ടുപിടിച്ചതാണ്, യുക്തിപരമായി കണ്ടെത്തിയത്. അതിനുശേഷമാണ് ഈ വിശ്വാസികളൊക്കെ ഉണ്ടായത്. അത് കണ്ടുപിടിച്ചത് യുക്തിവാദികളാണ്. നമ്മുടെ യുക്തിവാദം എന്ന് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അധ്യാപകൻ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച്, അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് അടുത്ത ആഴ്ച പറയണമെന്ന് പറഞ്ഞു. അന്ന് ആലോചിച്ച് തുടങ്ങിയതാണ്. ഞാനിങ്ങനെ കണ്ടുപിടിച്ച് ഈ ചൊവ്വ നേരെ ഉണ്ടാക്കിയിട്ടില്ല. അതാണ് ഞാൻ ആദ്യം കണ്ടുപിടിച്ചത്. ലോകം ചൊവ്വ നേരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കിയതിൽ നിന്നുണ്ടാക്കുന്ന ഒരുത്തനെ കണ്ടുപിടിച്ചപ്പോൾ വിവരമില്ലാത്ത ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. അത് അന്ന് എനിക്ക് കൊതുകായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ കൊതുവിനെ എന്തിനുണ്ടാക്കിയെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു രക്ഷയിലായി. അപ്പോൾ വിവരമില്ല എന്നുള്ളതും ബോധ്യമായി. എന്നാൽ ഇവരെല്ലാവരും പറയുന്നത് ദൈവം സർവജ്ഞനാണ്. അതിന് ഒരു തെളിവും ഈ ഭൂമിയിലില്ല. സർവജ്ഞനായ ദൈവം ഇതുണ്ടാക്കിയെന്നുണ്ടെങ്കിൽ എന്നെ ഉണ്ടാക്കുമോ? വെറുതെ ആലോചിച്ചോ? ഉണ്ടാക്കത്തേ ഇല്ല. വിവരമില്ല. മാത്രമല്ല, ഒരു കാര്യം കൂടി പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലായി. അന്ന് ഇത്രേ കിട്ടിയുള്ളൂ. ഇയാൾ പഠിക്കത്തില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു തവണ വീണ് കഴിഞ്ഞാൽ അങ്ങനെ വീഴരുതെന്ന് ആലോചിക്കും. ഇതങ്ങനെയല്ല. ഇതുപോലെ നമ്മളെ പോലുള്ള കോന്തന്മാരെ ദിവസം ഉണ്ടാക്കും എന്നുള്ളതാണ്. എന്തൊരു വിവരമേ! പഠിക്കാത്ത ഒരു ദൈവവും. അങ്ങനൊരു കാര്യമില്ല. നമുക്കറിയുന്നതാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളത് കറക്റ്റ് ചെയ്യത്തില്ലേ? ബുഷിനെ മോദിയൊക്കെ ഉണ്ടാക്കുമോ? ലോകത്താരെങ്കിലും ബുദ്ധിയുള്ളവരെത്തനെങ്കിലും ഉണ്ടാക്കുമോ? ഒന്നും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ലേ? ഇതാണ് നമ്മൾ. അപ്പം വിവരം വെക്കുന്ന ദൈവവും ഇല്ല. ഉണ്ടാക്കിയതിൽ നിന്നുള്ള വെച്ച് വിവരമില്ല. എന്നാൽ പഠിക്കുന്നുണ്ടോ? നമ്മൾ പോട്ടെ പൊറക്കാം എന്ന് വിചാരിക്കും. ആദ്യത്തെ ഒരു തവണ വന്നതിൽ പാവമല്ലയോ എന്നൊക്കെ വിചാരിച്ച് സമ്മതിക്കാമെന്ന് വിചാരിക്കുമ്പം സമ്മതിക്കത്തില്ല. ഈ പാർട്ടി വീണ്ടും അത് തന്നെ ഉണ്ടാക്കും. കൊതുവിനെ ദിവസം ഉണ്ടാക്കും. അതുകൂടെ ഞാൻ തീരുമാനിച്ചു, വിവരമുള്ള ദൈവമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഏരിയ അങ്ങ് പോയി കിട്ടി. അങ്ങനെയാണ് ഈ എന്താണ് നിങ്ങൾ ഈ പറയുന്നത്, യുക്തിവാദിയാണെങ്കിൽ യുക്തിവാദി. യുക്തിവാദികളല്ലാത്ത ആരെങ്കിലും മനുഷ്യർ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. പക്ഷേ ഇനിയും തൊട്ട് നിങ്ങളുടെ യുക്തി ഉപയോഗിക്കരുതെന്ന് പറയുന്നവരും ഇഷ്ടം പോലെ. ഞങ്ങൾ യുക്തിപരമായി എല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മേലെ നിങ്ങളുടെ യുക്തി ഉപയോഗിച്ചേക്കരുത്. അതിനെയാണ് വിശ്വാസികളെന്ന് പറയുന്നത്.